അപ്പോ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാണ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിംഗ് പാനൽ വിനീതേട്ടൻ, പ്രയാഗ ആൻഡ് ജോബിൻ മാസ്റ്റർ. ഒപ്പം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ലക്ഷ്മി ചേച്ചി ആൻഡ് അനു. വെൽക്കം വൺസ് അഗൈൻ. Of course, നമ്മുടെ മെന്റേഴ്സ് ധമാക ടീം ആൻഡ് പട്ടാക്ക ടീം നാസിഫ് അപ്പു ആൻഡ് ജിഷ്ണു. അങ്ങനെ തകർത്ത നമ്മുടെ കണ്ടസ്റ്റൻസ് ഓരോന്നോരോന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ആരാണ് വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണെന്ന് അറിയാം. അപ്പൊ ആരാണ് മെന്റേഴ്സ്? ഏത് ടീമിന്നാണ്? ധമാക ഓർ പട്ടാക്ക? ധമാക ഓഫ് കോഴ്സ്. അടുത്തത് ഭയങ്കര ഒരു സ്പെഷ്യൽ കണ്ടസ്റ്റന്റ് ആണ്. നമ്മൾ അവരെ ഒരുപാട് തവണ റീൽസിലും അവരെ നമ്മൾ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞു. ഉറപ്പായിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അവരെ നമ്മൾ ഒരുപാട് കണ്ടിട്ട് ചിരിച്ച് നമ്മൾ റിയൽ ലൈഫിൽ അവർ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരാളാണ് സനൂപ്. കൂടെ അക്കമ്പനി ചെയ്യുന്നത് വിസ്മയ ദേവനാണ്. ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഫെമിലിയർ ആണ് അവർ എത്ര പോപ്പുലർ ആണെന്നുള്ളതും എത്ര ടാലന്റഡ് ആണെന്നുള്ളതും. ഐ എം പ്രൗഡ്ലി പ്രസന്റിംഗ് അഗെയിൻ ഫ്രം ടീം ധമാക സനൂപ് ആൻഡ് വിസ്മയ. സൂര്യൻ തനിച്ചിരിക്കുന്നു, പകച്ചിരിക്കുന്നു, പൊള്ളിച്ചിരിക്കുന്നു, വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണെ. ഭൂമി കറങ്ങി നിൽക്കണ്, കൊലിങ്ങി നിൽക്കണ്, തല കുഞ്ഞിക്കണ്, കടലിളക്കണ്, തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പൊന്നെ. delusional സൊല്ലുന്നു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you. ഞാൻ ട്രഡീഷണൽ ചിലപ്പു എന്നും കണ്ടാലും I on you. my delusional സൊല്ലുന്നു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you. ഞാൻ ട്രഡീഷണൽ ചിലപ്പു എന്നും കണ്ടാലും I on you. മരിജ്വാനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാണ് താനെ. നീ പടുമാവിൽ തൂങ്ങും കടവാവൽ പെണ്ണ് കൊതിയൂറും പഴമായി ഞാന്. സൂര്യൻ തനിച്ചിരിക്കുന്നു, പകച്ചിരിക്കുന്നു, പൊള്ളിച്ചിരിക്കുന്നു, വെളിച്ചം മങ്ങണ് നിനക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണ്ട പെണ്ണ്. ഭൂമി കറങ്ങി നിൽക്കണ്, കുലുങ്ങി നിൽക്കണ്, തല കുനിക്കണ്, കടലിളക്കണ്, തിളച്ചു നിൽക്കണ ഉലുക്ക നീയടി പെണ്ണ്. my delusional സൊല്ലുന്നു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you. ഞാൻ ട്രഡീഷണൽ ചിലപ്പു എന്നും കണ്ടാലും I on you. my delusional സൊല്ലുന്നു ബന്ധിപ്പൂ പെണ്ണെ ഞാൻ still on you. ഞാൻ
സത്യം പറ, എത്ര എണ്ണം അടിച്ചു അറിയണം. കറക്റ്റ് അതാണ് കണക്കാണ്. എനിക്കും അതാണ് ചോദിക്കേണ്ടത്. ബ്രാൻഡ് ഏതാണ് അല്ലേ? കേരളത്തിന് മുമ്പ് ഒരു 3 കുപ്പി വെള്ളം കുടിച്ചായിരുന്നു ടെൻഷൻ കാരണം. ഞാൻ വിചാരിച്ച ഒറിജിനലായിട്ട് അടിച്ച് പിറ്റായി ഇവിടെ ആ കിടന്നു. ഞാനും ആ റീല് കണ്ടിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഇത് ആ കുടിയത് തന്നെ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ആള് കുടിക്കില്ല. പക്ഷെ ഡാൻസർ ആണെന്ന് ഞാൻ ഇവിടെ ഞാനത് എവിടെയോ വായിച്ചിരുന്നു. പുള്ളി കഴിക്കില്ല. അല്ല, എനിക്ക് ഡാൻസർ ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സത്യം. അയ്യോ, ശരിക്കും സനൂപ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഡ്രങ്കൺ റാസ്പുട്ടിൻ എന്നാണ് മൂപ്പരുടെ സോഷ്യൽ ഹാൻഡിൽ നെയിം. കാരണം റാസ്പുട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൽബത്തിനെ വേറെ രീതിയിലാണ് അത് പലരും ചെയ്തിട്ട് വൈറൽ ആയിട്ടുണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, ആ ഒരു അപ്രോച്ച്, ഒരു കുടിയന്റെ റാസ്പുട്ടിൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ അത് റീച്ചായി എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് നമ്മുടെ സനൂപേട്ടന്റെ ഫോർട്ടേ ആയി മാറിയത്. അതൊരു കാര്യം പറയട്ടെ, ഒബ്സർവേഷൻ അല്ലേ ശരിക്കും? ഒബ്സർവേഷൻ ആരാണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ? ഇഷ്ടംപോലെ ആൾക്കാരില്ലേ നമ്മുടെ അയ്യപ്പ ബൈജു ചേട്ടൻ. അയ്യപ്പ ബൈജു ചേട്ടൻ, പിന്നെ നോബി ചേട്ടൻ. ഞാനിങ്ങനെ ആലോചിക്കാൻ എന്തുകൊണ്ട് സനൂപ പേര് പറയുന്നില്ല എന്ന്. പിന്നെ റിയൽ ആയിട്ട് നമ്മുടെ നോബി കുടിക്കും സനുവ. ഞാൻ നിങ്ങൾ വന്നപ്പോ തലോടി വിട്ടതേ ഉള്ളൂ. നോബി ചേട്ടൻ അഭിനയിക്കില്ല. നിങ്ങൾ വന്നപ്പോ ഞാൻ തലോടി വിട്ടു. നിങ്ങൾ അവിടെ വാന്തി കീറി. സ്നേഹം കൊണ്ടല്ലേ നോബി ചേട്ടൻ. വിസ്മയം സൂപ്പർ ആയിരുന്നു. അയ്യോ, പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് വിസ്മയനെ നമ്മൾ ഒരുപാട് ടെലിവിഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു പെർഫോമർ, അതും ചില കാര്യത്തിന്റെ ടൈമിങ്, ആ കുപ്പി വന്ന് വീട് മറ്റേ ഉരയ്ക്കുന്ന എന്താണ് അതിന് പറയാ, ലാമ്പ് വീഴുന്ന ടൈമിങ്, കിക്ക് ചെയ്തത് എല്ലാം ഒരുമാതിരി ശരിക്കും പറഞ്ഞ ഇവരുടെ കോമ്പിനേഷൻ ഉഗ്രനല്ലേ. കോമ്പിനേഷൻ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കെമിസ്ട്രി ഞാൻ കണ്ടു. ഇനി ജഡ്ജസ് കണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ വിനീതേട്ടനോട് ചോദിക്കാം. അടിപൊളിയായിരുന്നു, അത് ആദ്യം പറയാം. കാരണം സനൂപ് ഈ വെള്ളടിച്ചിട്ട് നമ്മളിങ്ങനെ അൺബാലൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയോ, അതിനകത്തൊരു നമുക്കൊരു കൺട്രോൾ വേണം, ഒരു ടൈമിങ് വേണം. അതിന്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ ലാസ്റ്റ് സ്ലിപ്പ് ചെയ്ത് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു താഴെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ആ എഡ്ജിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്തു. ഞാൻ എത്താത്തോണ്ടേ രക്തത്തിൽ തീയടാ ഒരു മുത്തത്തീയടാ മുത്തത്തിൽ മൂഴി ഉയർത്തിത്തേനടാ. പിന്നെ എനിക്ക് ഈ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫിറ്റ് ആയിട്ടുള്ള ഒരു ജീനി വരുന്നത് കാണുന്നത്. അങ്ങനെ നമ്മൾ കൺസീവ് ചെയ്തിട്ടേ ഇല്ല. അത് ശ്രദ്ധിക്കത്തോണ്ട് ഈ ഭൂത്തിന് അടച്ചിട്ട വാറ്റുകുപ്പിയിലായിരുന്നു. പക്ഷെ അത് ഐഡിയ നല്ലല്ലേ നോബി? കാരണം ഇയാള് കുറെ നാളായിട്ട് ഇതിനകത്ത് കിടക്കുമല്ലേ, അപ്പൊ ബോറടിച്ചിരിക്കുമ്പോ അയാൾക്ക് ചെയ്യാവുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അടിച്ച് ഫിറ്റായ ജീനി, അത് ഉഗ്രൻ ഐഡിയ ആയിരുന്നു. രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു. നല്ല കോർഡിനേഷനും നല്ല എനർജിയും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. റിയലി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നൈസ് പെർഫോമൻസ്. ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ ആക്ഷൻ ഓറിയന്റഡ് ഒരു പെർഫോമൻസ് ഞാൻ കണ്ടത്. അതായത് വിസ്മയിച്ചു. സനു ചിയേഴ്സ്. ഇടയ്ക്ക് കൊടുത്ത ഇടി അടി അതെല്ലാം പൊളിച്ചു. അനൂപ് അടിക്കില്ല കേട്ടോ, നീ ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സിനിമ കൊണ്ട് പറയാ. ഹലോ 50 ഉണ്ട്. ഞാനത് നേരിട്ട് നോബിച്ചേട്ടന് തരും, അത്രേ ഉള്ളൂ. ഞാൻ കുടിക്കില്ല, ഞാൻ സനൂപിനെ പോലെയാ. കുടിക്കുമെന്ന് ആര് പറഞ്ഞു? കണ്ടാ ഞങ്ങള് രണ്ടുപേരും നല്ല ഫിറ്റാന്ന് പറയും. അതായത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഫിറ്റ്നസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ഞാൻ ബാറ്ററി മാറിപ്പോയി. ഇത് വേറെ ടോപ്പിക് കിട്ടിയപ്പോ അതുവഴി അങ്ങ് പോയി. മകളെ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പെർഫോമൻസ്. നിങ്ങളുടെ പെർഫോമൻസിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ആ ഫൺ എലിമെന്റ് ആണ്. അഗൈൻ കോമഡിയുടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതിന്റെ യൂസ് ഓഫ് പ്രോപ്പർട്ടീസ്, ആ ഇടയ്ക്ക് വന്നിട്ട് സനൂപ് ഇങ്ങനെ ആ ഗ്ലിറ്റർ അതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ലല്ലോ നമ്മള്. സോ സ്മോൾ ഡീറ്റെയിൽസ് ആണ്, പക്ഷെ നന്നായിട്ട് ചെയ്തു, അടിപൊളി. ആൻഡ് ഐ ലവ് ദ കോംബോ.
ഓൾ ദി ബെസ്റ്റ് യു. ഹായ് വിസ്മയ, സനു. ഹായ്. ഓ അടിപൊളിയായിരുന്നു മക്കളെ, രണ്ടുപേരും സൂപ്പർബായി ചെയ്തു. താങ്ക് യു. ഫസ്റ്റ് ഹാഫ് വിസ്മയ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ, അവർ മാത്രമേ ചെയ്തുള്ളൂ. അത് അടിച്ച് തകർത്ത് എന്തൊരു എക്സ്പ്രഷൻസാ വിസ്മയ, അടിപൊളിയായിരുന്നു. വിസ്മയുടെ പാർട്ട് അടിപൊളിയായി ചെയ്തു. ഞാൻ സനൂപിലേക്ക് വരാം. എന്റെ സനൂപ് എന്തോ സൂപ്പറായിട്ട് ചെയ്തു മോനെ, അടിപൊളിയായി. നിന്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ. പക്ഷെ നിന്റെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ എനിക്ക് നിന്റെ ഒറിജിനൽ കുടിയനെ ഒന്ന് കാണാതെ എപ്പോഴാണ് കാണാൻ പറ്റുക. നിന്റെ കാല് വളച്ചിങ്ങനെ വെച്ചിട്ടുള്ള ഒരു വരുത്തുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒന്ന് അങ്ങനെ ചെയ്ത് കാണിച്ചെന്നെ. മടക്കി കുത്തുവോ എന്നാ, എനിക്ക് കാല് കാല് കാണണം. അതിൽ മുണ്ടുള്ള വന്നു വരുന്ന ദിവസം നന്നായിട്ട് കാണാം. രണ്ടുപേരെയും ഫൺ എലമെന്റ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ തന്നെ നല്ല കൊറിയോഗ്രഫിയും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുടിയനായി ചെയ്യും, പിന്നെ ബ്യൂട്ടിഫുൾ ആയി ഡാൻസ് ചെയ്യും. അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളി കോംബോ ആണ്. അങ്ങോട്ടേക്ക് നല്ല ഗ്രേറ്റ് പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വിസ്മയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന്. ഞാൻ എൻ്റെ കയ്യിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ഡാൻസാണ്. അപ്പോൾ എനിക്ക് സിനിമയിൽ എങ്ങനെയും കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കയ്യിലുള്ള ഡാൻസ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് കയറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാനങ്ങനെ ആദ്യമായിട്ട് പട്ടാമ്പിയിലുള്ളൊരു ടീമിൽ ഡാൻസിലൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ അന്ന് ലീഡ് ചെയ്യുന്നതും എനിക്ക് ആദ്യമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തു തരുന്നതും കൊറിയോഗ്രാഫർ ആയിരുന്നു. കൊറിയോഗ്രാഫി ചെയ്യും ചെയ്തിരുന്നു. കോമ്പറ്റീഷൻ ബേസ് ചെയ്ത് ചെയ്തിട്ടില്ല, പക്ഷെ ഇവന്റ്സ് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. 2014 ഞാന് ഡാൻസിന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 22 വർഷമായി. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസിക്കൽ പഠിക്കുന്നത്. പക്ഷെ എനിക്ക് അന്ന് അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയില്ല. അല്ല, സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. ഫാമിലി സിറ്റുവേഷൻസ് ലോ ഫാമിലി ആയിരുന്നു. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ 4 തവണയും പഠിച്ചു പറ്റിയില്ല. പിന്നെ BA ഭരതനാട്യം പഠിച്ചു. അപ്പൊ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഇഷ്യൂസും കാലം വന്നപ്പോൾ ഞാൻ BA ഭരതനാട്യം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നത്. പിന്നെ 22 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ വരുന്നത്. അത് തന്നെ എനിക്ക് ഫ്ലവേഴ്സ് ഒരു അതായത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്കൊരു ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യണം, സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, നല്ല രീതിക്ക് കഷ്ടപ്പെട്ട്. ചില സമയങ്ങളിൽ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ സ്റ്റേജിൽ തന്നെ ഇറക്കി വിട്ട സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നാളെ ഒരു ദിവസം എനിക്കിന്നൊരു ഡേ ഉണ്ടാവും എന്നെപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഞാനിപ്പോൾ 4ാമത്തെ സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് മുന്നോട്ട് പോകണം നന്നായിട്ടൊന്നുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഡാൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, ആ BA ഭരതനാട്യം പൂർത്തിയാക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് അരങ്ങേറ്റം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 4 തവണ ഭരതനാട്യം പഠിച്ചപ്പോഴും എനിക്ക് അരങ്ങേറ്റം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഫാമിലിയിൽ അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോഴും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് ലക്ഷ്മി ചേച്ചി. ഞാൻ എന്താ പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ദാറ്റ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ഗുരു. ഉന്നോട് പാഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് നീ അത് ആഗ്രഹം നീ ഉള്ള വെച്ചിക്കോ. കറക്റ്റ് ഗുരു ഒന്ന് മുമ്പിൽ വരും. യു ബി ദ സ്റ്റുഡൻറ്റ് ഓൾവേസ്. കീപ് ദാറ്റ് ആഗ്രഹം. ബിക്കോസ് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഡെപ്ത്, അത് ആ ഒരു ബേസ് വെച്ചിട്ട് എന്ന് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സിൻസ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡോണ്ട് ഗിവ് അപ്പ് ദാറ്റ് hope or ആസെ. And coming to today's performance, ഞങ്ങൾ ക്ലാസിക്കൽ ഡാൻസിൽ പറയും സ്ഥായി ഭാവം എന്ന്. ദ മെയിൻ എന്താ പറയുക, ആ ക്യാരക്ടറിൻ്റെ മെയിൻ ഗുണം അത് റിമൂവ് ചെയ്യാത്ത. ഉങ്ങളുടെയും സനു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്യാരക്ടർ വിട്ട് പോയിട്ടില്ല, ഡാൻസ് വിട്ട് പോയിട്ടില്ല. ബിക്കോസ് യു ഹാഡ് സോ മെനി ഓപ്ഷൻസ് ടു ഡു മിമിക്രി, ഡ്രാമ, ബട്ട് യു ആർ ഓൾവേസ് ദ ഡാൻസർ
ഓൾവേസ് അത് ഹ്യൂമർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക് ആൻഡ് ബോത്ത് ഓഫ് യു. ഓക്കെ, ഗുഡ് ലക്ക്. അനു, സനൂപ്, വിസ്മയ, നല്ല നല്ല പെയർ, നല്ല കോംബോ ആയിരുന്നു. നിങ്ങളിങ്ങനെ ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ വൈറ്റ് കളറും ബ്ലൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ആ കുപ്പി മറ്റേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഒരു ഭൂതം വരുമായിരിക്കും. നോക്കുമ്പോൾ കിറങ്ങിയിട്ടൊരു സാധനം. അത് ശരിക്കും നമ്മളിങ്ങനെ ഗസ് ചെയ്യുമല്ലോ ഇത് ഇങ്ങനെയായിരിക്കും, അതിനെ മാറ്റിച്ചു. പിന്നെ അതേപോലെ വിസ്മയ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ വരും. നേരത്തെ പറഞ്ഞതുപോലെ അരങ്ങേറ്റം വലിയ ആഗ്രഹമാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ ധൈര്യമാണ്. നമ്മൾ എന്ത് വന്നാലും അത് ചെയ്യും. എത്രയും പെട്ടെന്ന് വിസ്മയ ഗുരുവായൂർ അരങ്ങേറ്റം ചെയ്യും. ആത്മാർത്ഥമായിട്ട് പറയാണ്, എന്തെങ്കിലും സഹായം അരങ്ങേറ്റത്തിന്റെ സമയത്ത് ഗുരുവായൂർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യും. മനസ്സ് തട്ടി പറയാണ് കേട്ടോ. ഉറപ്പായിട്ടും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഡാൻസ് ധമാക്കയിലൂടെ വിസ്മയ്ക്ക് പുതിയൊരു എക്സ്പ്ലോറേഷൻ ഡാൻസിൽ നടക്കാൻ സാധിക്കട്ടെ. തിരിച്ച് ആ ജേർണിയിലോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായി. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതിന്റെ ഇതിലെ ആക്ടിങ്ങിലോട്ട് വന്നപ്പോൾ പോലും ബാക്ക്ഗ്രൗണ്ട്, അതായത് കൂടെ ആരും മെൻഷൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, എന്നാൽ പോലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നല്ലോ എന്നുള്ള ആ ഒരു ഇത് ഞാൻ നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിച്ചിട്ടില്ലാതെ നമ്മളില്ല. ഇല്ല, സത്യം. ഞാൻ നന്നായിട്ട് അതിന്റെ എക്സ്ട്രീം ലെവൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഇതല്ല, വിഷമേ അല്ല. നമ്മൾ ആ ഡാൻസേഴ്സ് ആയിരിക്കുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ, ഞാൻ മാസ്റ്റേഴ്സിന്റെ കൂടെ ഞാനും വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും 40 പേര് കളിക്കുന്നതിൽ ഏറ്റവും ബാക്കിലാണ്. എന്നെ നോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുക. അവസാനം അത് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്, അത് അതിൽ നിന്ന് തന്നെ ഈ വളർച്ച. ഞാനും അങ്ങനെ തന്നെയാ. എന്റെ വീട്ടിലൊരു അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഞാൻ സ്വന്തമായി ഡാൻസ് കളിച്ച് ആ പൈസ കൊണ്ടാണ് ഞാൻ അത് മേടിച്ചിട്ടുണ്ടാവുക. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയതും എന്റെ വീട്ടുകാരെ നോക്കിയതും ഈ ഡാൻസിലൂടെ മാത്രമായിരുന്നു. സച്ച് എ സെൽഫ് മെയ്ഡ് ലേഡി. ഒരു സിനിമയില് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ശാന്തി മാഷ് എന്നെ പിടിച്ച് മാറ്റിക്കളഞ്ഞു. അവരെല്ലാം ഒരേ സ്റ്റെപ്പ്, ഞാൻ മാത്രം തെറ്റിക്കണം. സത്യം, എന്നെ മാറ്റിയപ്പോ ഞാൻ ചമ്മി. കുഴപ്പമില്ല, എന്റെ കുഴപ്പമാണല്ലോ. കുഴപ്പമില്ല, അടുത്ത പടത്തിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു ജീവിതത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെ ആവട്ടെ ഇത് വിസ്മയ്ക്കും, ഒപ്പം നമ്മുടെ ഡ്രങ്കൻ റാസ്പുട്ടിനും. ഇത്തവണ ധമാക്ക കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഗൈസ്. താങ്ക് യു. നോബിച്ചേട്ടാ, എന്തോ ഇവിടെ നടക്കണത്? എനിക്കറിയില്ല. തീ കൊളുത്തിയുള്ള പെർഫോമൻസ്. തമാക്കെ പതാ കൂടെ കൂട്ടിയിടിച്ച് തീയത്തൊന്നും എനിക്കൊരു പേടിയുണ്ട്. നിങ്ങളുടെ AI പെർഫോമൻസ് ഒക്കെ എല്ലാരും മറന്ന് അത് എവിടെയോ പോയി. അത് ഇടയ്ക്ക് പരസ്യത്തിനിടയ്ക്കെങ്കിലും അത് ഇടണേ, ജനങ്ങൾക്കൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട്. എന്നാൽ അത് ഓർമ്മിപ്പിക്കാതിരിക്കാം. അടുത്ത ഫയറുമായി സ്റ്റേജിലേക്ക് ആരാ വരണേന്ന് നമുക്ക് നോക്കാം. ധമാക്കയാണോ പട്ടാക്കയാണോ? ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി മത്സരം തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ല. പട്ടാക്ക ഓർ ധമാക്ക, ഹൂസ് കമ്മിങ്? ചേട്ടാ, ഇപ്രാവശ്യവും ഞാൻ കേരളത്തിൽ നിന്ന് മാറ്റി പുറത്തുനിന്നാണ് ഒരാള്. അപ്പൊ ഇവനാണ് ഇവിടെ നോർത്ത് ഇന്ത്യക്കാരെ ഇറക്കുന്നത്. മാത്രല്ല മലയാളികളെ അടിപ്പിക്കണ. അല്ല, ടിസ്റ്റ് ഉണ്ടായില്ലേ? ടിസ്റ്റ് ഉണ്ട്, പക്ഷെ അവര് മലയാളികളാണ്. ഓക്കെ, ഒരാൾ ഗോവയിൽ നിന്നും ഒരാൾ ഗുജറാത്തിൽ നിന്നുമാണ്. നീയാണപ്പോ അവിടെ നിങ്ങൾ എല്ലാവരും ഇറക്കുന്ന ആളല്ലേ? അല്ലല്ല, ഞാൻ അവിടെ നിന്ന് ഇറക്കണല്ല, അങ്ങനത്തെ കടത്തൊന്നുമില്ല. സത്യമായിട്ടില്ല, ശരിക്കും ഇത് സീരിയസ് ആയിട്ട് പറയാം. കൊറിയോഗ്രാഫർ ആയിരുന്നു ഞാൻ. പോലും ഇത്രയും വർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ 20+? ഇല്ല, ഈ കൊറിയോഗ്രാഫർ ഞാൻ ഇവിടെ റിയാലിറ്റി ഷോസ് കൊറിയോഗ്രാഫ് ചെയ്യുന്ന സമയം തൊട്ടേ ഇവിടെ ഉണ്ട്. ഇങ്ങനെ സംസാരിക്കണേ, ചായക്കട പേര് സംസാരിക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ്
ശ്യാം. ശ്യാം. ഓ ഓക്കെ. രണ്ടാമത്തെ ആള് ഗോവയിൽ നിന്നാണ്. അതും ഒരു സുന്ദരിയാണ് നോവിച്ചേട്ടാ, ഒരു സുന്ദരി നീ കുട്ടിയാണ്. എന്താ നോബിച്ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞത് അല്ല, ഞാൻ പറയണത് എനിക്ക് കണ്ണ് അങ്ങോട്ടാ പോണത്. അപ്പൊ അദ്ദേഹം ഒരുപാട് റിയാലിറ്റി ഷോയില് കണ്ടസ്റ്റന്റ് ആയിരുന്നു, കുറെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ടീം പടക്കയിൽ നിന്നും ലെറ്റ്സ് വെൽക്കം ടീം പടക്കയിൽ നിന്നും ശ്യാം ആൻഡ് ഷമാസ്. ടീം പട്ടാക്കയിൽ നിന്ന് വെൽക്കം ചെയ്യാം ശ്യാം, സ്റ്റീവ് ആൻഡ് ഷമാസ്. തടസ്സങ്ങൾ തകർത്തു ഞാൻ, മലകളെ ഉടച്ചു ഞാൻ വരികയാ നിനക്കായി. വായുവി അരുവിയെ ശിവനുടെ ജട പോൽ തടയും ഞാൻ, എതിർക്കും ഞാൻ നിൻ പൂമുഖം അത് കാണുവാൻ. ഈ
പറ്റോ? സത്യം പറഞ്ഞ തെലുങ്ക് സിനിമ റിലീസിന് കണ്ട ഫീല്, അങ്ങനത്തെ ഒരു ഫീല് അടിപൊളി കേട്ടോ. കണ്ണും തള്ളിയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. സത്യം ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഈ ഇതിൽ ഐസ് ഇട്ടിട്ട കലത്തിൽ നിന്ന് പറഞ്ഞപ്പം ശില്പമുണ്ട് അരി തിളക്കിയത്, 5 കലത്തിൽ നിന്ന് അരി തിളക്കുന്ന ഒരേ ടൈമില്. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്യാമേ, എവിടെയാണ് വീട്? നാട് കോട്ടയം. ആ, എവിടെയാണ് വീട്? കാസർഗോഡ്. നീ എന്താ പറഞ്ഞ ഗുജറാത്തും ഗോവ എന്നല്ലേ? അപ്പൊ നീ എനിക്കൊരു വേറെ സംശയമുണ്ട്, പെരുമ്പാവൂർ കംപ്ലീറ്റ് ആളിറക്കിയവനാണ്. അല്ലല്ല ശമാശ ഒന്ന് പറയുമോളെ, കാസർഗോഡല്ലേ ഇപ്പോ? അല്ലല്ല ശരിക്കും സ്റ്റാമ്പ് അടിച്ച കാസർഗോഡാണ്. നാട് കാസർഗോഡാണ് സംഭവിച്ചത്. കാസർഗോഡ്. വളർന്നതൊക്കെയോ ഗോവ. ഗോവ. കണ്ട ഈ തിരുവനന്തപുരത്ത് ജനിച്ച എന്നെ ആരും വളരാൻ ഗോവയെ കൊണ്ടുവിട്ടു. വെറുതെ അവനിളക്കാൻ വേണ്ടി. ഗുജറാത്താണോ? അതെ സർ, നാട് കോട്ടയാണ്, ജനിച്ചു വളർന്നത് ഗുജറാത്താണ്. കണ്ടില്ലേ, ഇപ്പൊ എന്റെ ആണോ തെറ്റ്? അതെ, നമ്മള് പാവം കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടുപേരുടെയും പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സംഭവമാണ് നമ്മൾ ഈ സ്റ്റേജിൽ കണ്ടത്. ഇൻട്രോ റൗണ്ടിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ മത്സരം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സ് എങ്ങോട്ടേക്കാ പോകാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ജിഷ്ണു പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് റിയാലിറ്റി ഷോസിലൂടെയും ഒക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രഷാണ്. ഫ്രഷ് കോമ്പിനേഷൻ, ഫ്രഷ് പെയർ, ആൻഡ് നിങ്ങൾ കാണിക്കാൻ പോകുന്ന സ്റ്റൈൽസ് വരെ ഫ്രഷ് ആയിരിക്കും. ഞാൻ ആക്ച്വലി ഷമാസിൻ്റെ വലിയ ഫാനാണ്. മെയിൻലി എനിക്ക് ഷമാസിൻ്റെ ഫോട്ടോ ആയ ബച്ചാത്ത ആൻഡ് സാൽസ, ഇതാണ് ഹെയർ സ്റ്റൈൽ. പ്രയാഗ, യു ഷുഡ്. I cannot wait for that. I really can't. You should see that. അത് ആക്ച്വലി ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ബച്ചാത്ത ആൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, I saw that. You saw that, right? Attitude. ആ ഒപ്പ് ഷമാസിന്റെ എല്ലാ പെർഫോമൻസിലും ഉണ്ട്. അതേപോലെ തന്നെ ശ്യാമിന്റെ ഒരു ഇലക്ട്രോ സാധനം ഉണ്ട്. എപ്പോഴും he brings that out in his performance. സോ ഒരു വലിയ കയ്യടി ഈ ബാഹുബലി പെർഫോമൻസ് ആദ്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ സർ, ഹായ്. ശ്യാം, ശരിക്കും പറഞ്ഞല്ലോ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാഹുബലി സിനിമ പോലെ തന്നെ അത്രയും ബിഗ് പെർഫോമൻസ് ആയിരുന്നു. രാജമൗലി പ്രൊഡക്ഷൻ പരിപാടി പോലെ എവിടെ നോക്കണം എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ നോക്കി കുറച്ച് കഴിയുമ്പോൾ അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു. അങ്ങനെ ഈ സ്പേസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഡാൻസിൽ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തു, ഏറ്റവും ഗംഭീരമായിട്ട് യൂസ് ചെയ്തു. ഒറ്റ വാക്ക്, തൂക്കി. The mastermind actually ദിലീപ് ബ്രോ ആണ്. ദിലീപ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സർ. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. നല്ല മ്യൂസിക്, രസകരമായിട്ട് അത് നിങ്ങളെ എക്സ്പ്രഷൻസ് ആണെങ്കിൽ അടിപൊളി. ഷമാസൊക്കെ അങ്ങനെ കറക്കി എടുക്കായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഗംഭീരായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. Absolute showstopper from start to finish. അതായത് ചുമ്മാ ഫയർ പെർഫോമൻസ് ആയിരുന്നു. ഐ ലവ് ദ പവർ ആൻഡ് കൺട്രോൾ ദറ്റ് യു ഹാഡ് ഇൻ യുവർ മൂവ്മെന്റ്സ് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഗംഭീര സ്റ്റേജ് പ്രസൻസ് ആയിരുന്നു. എനിക്ക് വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഐ വുഡ് ലൈക്ക് ടു സെക്കൻഡ് ഹിം. ഒരു വിഷ്വൽ ട്രീറ്റ്, nothing less than that. Great. Thank you so much, ma'am. I cannot really wait for, like I told Shilpa, wait for your bachata. Oh, you should. എനിക്ക് ഷമാസിനെയും ശ്യാമിനെയും കണ്ടിട്ട് എന്താ തോന്നിയെന്നറിയോ? ഒറ്റ നോട്ടത്തിലെ നിങ്ങളുടെ പെർഫോമൻസിന് മുമ്പേ when I saw you guys walking onto the stage, I'm like, ഇവര് ഭയങ്കര പാഷനേറ്റ് ആണല്ലോ ഡാൻസ്. അവരുടെ നടത്തത്തിലും നോട്ടത്തിലും എല്ലാം അവരിവിടെ പൊളിക്കാൻ വന്നിരിക്കാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ജോബിൻ ചേട്ടനും ശ്യാമുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. ശരിക്കും കേരളത്തിലേക്ക് ശ്യാമിനെ കൊണ്ടുവന്നത് ജോബിൻ ചേട്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലേ? എന്ന് പറയാം.
ഇത് ഒരു ഗ്രേറ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു രണ്ടുപേരും. ശരിക്കും ശ്യാമിനെ കൂടെ കടത്തി വെട്ടിയുള്ള പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ അടിച്ച് പറപ്പിക്കുകയായിരുന്നു രണ്ടുപേരും, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഇൻട്രോ നിങ്ങൾ കാണിച്ച ഫസ്റ്റ് ഷാഡോ ആക്ട് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് അല്ലേ? അത് കഴിഞ്ഞ് തിരിച്ചു വന്നു ഓരോ സൈഡിലേക്ക് വന്ന് നിങ്ങളുടെ മൂവ്മെന്റ്സ്, ഒരാൾ അവിടെ സൽസ ടൈപ്പിൽ ചെയ്യുന്നു, ഒരാൾ ഇവിടെ ഇലക്ട്രോ. ശരിക്കും ഗോസ് ബാംസ് വരുന്നത്. നിങ്ങൾ ഇനി എന്താ ഇനി ഫൈനലിലേക്ക് വെക്കുന്നതെന്ന് എനിക്ക് അതിനെക്കാട്ടും വലിയ പെർഫോമൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ. അപ്പം എക്സ്പെക്ടേഷൻ അല്ലേ? സോ രണ്ടുപേരും നല്ലൊരു ജോഡികളാണ്. സോ ഇവർ രണ്ടുപേരും കൂടെ കൂടുമ്പോൾ ഒരു എന്താ പറയാ, ഒരു മാജിക് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്യാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. തകർക്കാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. അനുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ശ്യാം, ഷമാസ്, നമ്മൾ ചില പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിൽ നിൽക്കും. നമ്മൾ പറയില്ല, ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ് കുറെ നാളും ആ സിനിമയെ കുറിച്ച് സംസാരിക്കില്ലേ, അതേപോലെ ഒരു പെർഫോമൻസ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പെർഫോമൻസിനെ കുറിച്ച് കുറച്ചു പേര് സംസാരിക്കും. അടിപൊളി പെർഫോമൻസ്. ഈ പറഞ്ഞതുപോലെ ഒരു കൊട്ടാരത്തിനകത്ത് ചെന്ന് ഇരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ. അതേപോലെ ഈ മൂവ്മെന്റ്സ് ഒക്കെ എന്തൊരു ഷാർപ്പാണ്. ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ചെയ്യണതിൽ. അത്ര ഈസി അല്ല അങ്ങനത്തെ മൂവ്മെന്റ്സ്, ക്ലാരിറ്റി, ഫിനിഷിങ് എല്ലാം ഭയങ്കര ഗംഭീരമായി. ഇപ്പൊ ഞാനിത് ആലോചിക്കും, ഇനി നെക്സ്റ്റ് എന്താ നിങ്ങൾ ചെയ്യാൻ പോണേന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ആണോ കൊറിയോഗ്രാഫി ചെയ്തത്? Yes, and with my brother Dilip Bro also. കൂടെ ഉണ്ട്. ഗംഭീരായി. എന്താ പറയാ, കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു. അങ്ങനെ ഒരു പെർഫോമൻസ്. സോ മച്ച് മാം. താങ്ക് യു. പെർഫോമൻസ്. ലക്ഷ്മി ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ്. സി, ഇങ്ങനെ വലിയ സെറ്റ് വെച്ചാല് ചിലപ്പോൾ റിസ്ക് അത്, ബിക്കോസ് ഡാൻസ് എലിമെന്റ് കുറയ്ക്കും, ഇല്ലേ സെറ്റ്സ് വിൽ ഓവർ ഷാഡോ ദ ഡാൻസ് അല്ലേ? ഈ സെറ്റ് ഗ്രാൻഡ് ആയതുപോലെ ഡാൻസ് അത്ര സ്ട്രോങ് ആയിരുന്നു. ആൻഡ് ഞാൻ എന്താ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരേ കണ്ടിന്യൂസ് മീറ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. നോട്ട് ജസ്റ്റ് തക്കദിമ്മി തക്കജോണ തക്കദിമ്മി. യുവർ സ്റ്റെപ്സ് ഹാഡ് ഹാഫ് സ്പീഡ്, സഡൻലി യു വിൽ പോസ്. എല്ലാത്തിനും ഒരു സർപ്രൈസ് എലിമെന്റ് ഉണ്ടായിരുന്നു. And you executed that so beautifully. Our control, as Prayaga said, control and clarity and energy, but വളരെ ബ്രില്യൻ്റ് ആയിട്ട് കൊറിയോഗ്രാഫ് ചെയ്തതാ. Thank you so much. And brilliant dancing. അതൊക്കെ ഡിഫിക്കൾട്ട് കൊറിയോഗ്രഫി, brilliant dancing. ഒരു surprise, as I said, it was exciting to keep watching. I think that was your success. Congratulations. Thank you so much, ma'am. ആക്ച്വലി ഷമാസ് കാസർഗോഡ് നിന്നല്ലേ? കാസർഗോഡ് നിന്ന് ഷമാസ് വരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഷമാസിന്റെ വീട്ടിൽ ഒത്തിരി ചാലഞ്ചസ് പേഴ്സണലി ഷമാസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആളുടെ വലിയ ആഗ്രഹമാണ് ഡാൻസിലേക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. പക്ഷെ ഒരുപാട് ഹേർഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പോ ഷമാസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ഷമാസിന്റെ മാരിഡ് ലൈഫിന് ശേഷമുള്ള ഒരു ഷമാസ് ഉണ്ട്. അതായത് ഇത്രയും നാൾ ഉള്ളിൽ വെച്ച് എല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ഷമാസിന്റെ ഒരു കോണ്ടന്റ് ത്രോയിങ് ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ യു. ഐ വാണ്ട് യു ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പൊ എന്താണ് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഹസ്ബൻഡ് ആൻഡ് ഓൺലി ഹസ്ബൻഡ്. യാസറുണ്ടോണ്ട്, യാസറാണ് അവൻ്റെ ഹസ്ബൻഡിന്റെ പേര്. അവനുണ്ടായതുകൊണ്ട് അവന് പുഷ് ചെയ്യുന്നുണ്ട് ചെയ്യാൻ. എന്തൊക്കെ എവറിത്തിങ് ദാറ്റ്സ് ഇൻസൈഡ് മീ, ഹി ഈസ് ഗെറ്റിംഗ് ഇറ്റ് ഔട്ട്, ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട്. ഈസ് ലൈക്ക് ഷമാസ്, ഷോ ദ വേൾഡ് ഹു യു ആർ. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് കം ഹിയർ ഫോർ. ഷമാസിന്റെ ഹസ്ബൻഡ് ഡാൻസർ ആണോ? അവനിക്കൊരു ഡാൻസ് ഫിറ്റ്നസ് സെന്റർ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന കൂടെ ചെയ്യുന്ന ഹസ്ബൻഡ് ആണോ? യെസ്. ഷമാസ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങളോട് പറയും. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വലിയ ഉറപ്പ്. സപ്തഭാഷാ സംഗമം. സുകന്യ നിങ്ങൾക്ക് എല്ലാവർക്കും
സുകന്യ. സുഖം തന്നെയാണോ? പ്രയാഗ. ആ അല്ല അതല്ല സുഖം എനിക്കാണ് പറഞ്ഞത്. Yes, a little bit more. ചോറെല്ലാം ബയിച്ചാ നിങ്ങോ? അത് ചോറ് ബയിച്ചില്ല. സമയായി ലേറ്റായല്ലേ? അറിയല്ലേ ഫുഡ് കഴിക്കാൻ അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം തന്നില്ല അവര്? ഇല്ല, വെള്ളം തന്നില്ല. ഒരാളെ കല്യാണം കഴിയുമ്പോഴേ ഒരാൾ മാറുന്നത് ഉണ്ടോ? ഞാനും എന്റെ കല്യാണത്തിന് ശേഷം ഞാൻ നന്നായിട്ട് മാറി, സത്യമായിട്ട് മാറി. ഇപ്പം മീൻ വെട്ടും, മിറ്റം തൂക്കും, ചന്തേ പോവും. കല്യാണം നല്ല മാറ്റമല്ലേ? കല്യാണം കഴിഞ്ഞാ കഴിക്കണം. അത് ഞാൻ പറഞ്ഞു വരട്ടെ. ഇവിടെ നമ്മൾ ഒരാളുടെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശ്യാം ഇവിടെ വന്നേക്കുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുമായിട്ടാണ്. അവിടെ മുന്നിലെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഫിയോൻസയുടെ പെർഫോമൻസ് കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ്. ദിൽന എന്നല്ലേ പേര്? ദിൽന ആക്ച്വലി 2-3 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിനീതേട്ടന്റെ പവി കെയർ ടേക്കറിനകത്ത് ഒരു റോള് ചെയ്തിട്ടുണ്ട്. ഒപ്പം എനിക്ക് തോന്നുന്നു പാച്ചുവും അത്ഭുത വിളക്കില് വിനീതേട്ടന്റെ വൈഫായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പവി കെയർ ടേക്കറിൽ വൺ ഓഫ് ദി ഹീറോയിൻസ് ആയിരുന്നു. വെൽക്കം ടു അവർ ഷോ. താങ്ക് യു ഫോർ കമ്മിങ്. അറിയാം എന്താ പറയാ, നമ്മുടെ പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. എന്ത് തോന്നി പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? സർപ്രൈസ് ആയി എന്ന് ഞാൻ പറയൂല, ബിക്കോസ് എപ്പോഴും പൊളിച്ചടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇത് തന്നെയാണ്. പക്ഷെ വെരി പ്രൗഡ് ടു സീ യു ഓൺ ദിസ് ഫ്ലോർ. ഇത് ശ്യാമിന്റെ വലിയൊരു ഡ്രീം ആയിരുന്നു, ഒരു റിയാലിറ്റി ഷോ ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്യണം എന്നുള്ള. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് യു. അതുപോലെ ശ്യാമിന്റെ ഒരു ഡ്രീമാണ് അച്ഛനും അമ്മയും ശ്യാമിന്റെ പെർഫോമൻസ് ലൈവായിട്ട് ഒരിക്കലെങ്കിലും കാണണം എന്നുള്ളത്. അത് ഇതുവരെ ശ്യാമിന് സാധിച്ചിട്ടില്ല. ബട്ട് ഫാമിലി മെമ്പർ ആയിട്ട് ഒരാൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡാൻസ് ധമാക്ക അവസാനിക്കുന്നതിന് മുമ്പേ ശ്യാമിന്റെ ആ ആഗ്രഹം കൂടി സാധിക്കട്ടെ. അതെ, ആക്ച്വലി ഞാൻ കുറെ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീഷന് പോയിട്ടുണ്ട്, കുറെ കോമ്പറ്റീഷൻസ് ഷോസ് ഒക്കെ. പക്ഷെ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എനിക്ക് അവരെ. ബട്ട് ഇറ്റ് ഈസ് മൈ ഡ്രീം ടു ബ്രിങ് ദം ഓൺ ദ സ്റ്റേജ് ഫോർ ദേ ആർ ഇൻ ഗുജറാത്ത് റൈറ്റ് നൗ. സോ എനിക്ക് അവർ ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഡാൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. എന്റെ കൈയും കാലും വിറയ്ക്കും, അത് വേറെ കാര്യം. പക്ഷേ ഐ വിൽ ബ്രിങ് ദം. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും താങ്ക് യു ദിൽന വൺസ് അഗൈൻ ഫോർ കമ്മിങ്. അപ്പോ ഗംഭീരയിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ള. ബാഹുബലി സൂപ്പർ ഹിറ്റ് ആയ പോലെ നിങ്ങളുടെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ്. അടുത്ത പെർഫോമൻസിനായി നമ്മൾ വീണ്ടും കാത്തിരിക്കും. ഓക്കെ, താങ്ക് യു ഷമാസ് ആൻഡ് ശ്യാം വൺസ് അഗൈൻ ഫോർ ഇതിലേതാണ് ഇന്ന് നമ്മൾക്ക് എന്താ പറയാ, ഇവര് കൊള്ളാം എന്ന് ഓരോരുത്തര് വരുമ്പോഴും അടുത്തത് അതുക്കും മേലെ വന്നോണ്ടിരിക്കുകയാണല്ലേ? അല്ലേ? എന്താ നിങ്ങൾ കാറ്റ് പോയ ബലൂൺ? ഞാൻ സത്യം ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഡാൻസ് കളിക്കും, അത്ര ഇതൊക്കെ കണ്ട് എങ്ങനെ കളിക്കാൻ തോന്നും? ആ ഹുക്ക് സ്റ്റെപ്പ് ജോബിൻ ചേട്ടൻ പഠിപ്പിച്ചത് വെറും 1 മിനിറ്റിലല്ലേ നമ്മള് പഠിച്ചത്. അത് പഠിച്ചു, ഇനി അത് പ്രാക്ടീസ് ചെയ്ത് അത് ഞാൻ തകർക്കും ഒരു ദിവസം ഇവിടെ. അല്ല, അത് തകർത്ത് ഇടയ്ക്ക് തെറ്റിച്ച് ഞാൻ. ജോബിൻ ചേട്ടാ പിന്നെ 1 2 3 4 5 6 7 8 just in a round go. Round and go. അതാ ആരും കണ്ടില്ല. നിങ്ങൾ ഇതൊന്നും പറയരുത് ഇവിടെ. ഗ്രാഫിക്സിൽ മാറ്റിയാൽ മതി. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. ടീമിനെ വിളിക്കണ്ടേ? പിന്നെ ടീംസ് 2 പേര് അവിടെ ഉണ്ട്. ആരാണ് എവിടുന്നാണ് ഇറക്കുന്നത്? ധമാക്ക ഓർ പട്ടാക്ക? നമ്മളിപ്പോ ഫോക്ക് കണ്ടു, നല്ല തമിഴ് ഫോക്ക് കണ്ടു, ഭയങ്കര കണ്ടംപററി കണ്ടു, വെൽ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ഉണ്ട്. നമ്മൾ എന്തോ ഒരു സാധനം മിസ് ഔട്ട് ചെയ്യുന്നില്ലേ? എന്താണ് മിസ് ഔട്ട് ചെയ്യുന്നത്? എന്താണ് ലക്ഷ്മി മാം, നമ്മളിപ്പോ എന്താ മിസ് ചെയ്യുന്നത്? എന്ത് സ്റ്റൈലാണ് മിസ് ചെയ്യുന്നത്? ജോബിൻ സാർ, നമ്മളിപ്പോ എന്ത് സ്റ്റൈലാണ് മിസ് ചെയ്യുന്നത്? ഞാനിപ്പോ കണ്ടതിൽ ഒത്തിരി സ്റ്റൈൽസ് കണ്ടു. ഐ മിസ്ഡ് ക്ലാസിക്കൽ ഡാൻസ്. ഇതുവരെയും കണ്ടിട്ടില്ല ആരും അങ്ങനെ പെർഫോം ചെയ്യും. ആരും ഒരു നല്ലൊരു ക്ലാസിക്കൽ പേരിന് നമ്മൾ ഇതുവരെയും കണ്ടില്ല അല്ലേ? ബാക്കി എല്ലാ സ്റ്റൈൽസും വന്നു പോകുന്നുണ്ട്, വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഡാൻസേഴ്സ് വരുന്നുണ്ട്. ഞാനിപ്പോഴും ലക്ഷ്മി ചേച്ചിയുടെ ഹാങ് ഓവറിലാണ് ആ പെർഫോമൻസിന്റെ. പക്ഷെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് എന്തെങ്കിലും എങ്ങനെ അല്ലേ? നമ്മൾ അത് ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ടീം ധമാക്ക ഉള്ളപ്പോ അങ്ങനെ ഒരു കാര്യം നമ്മൾ ലാക്ക് ചെയ്യില്ല. Again, I am proudly presenting from Team Dhamaka, Radul and Sini.
മനസ്സിൽ വിതുര മഴ പൊഴിയും അഴകിലൊരു മയിലിനരസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം സ്വരകളികയിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുണരുന്നു രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു മനസ്സിൽ വിതുര മഴ പൊഴിയും അഴകിലൊരു മയിലിനരസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം ദേവി നീയമായ ശില്പം ലീലാലോലം നൃത്തം വെക്ക് ജ്വാലാമേഘം കാറ്റിൽ പടർന്നു ദേവി നീയമായ ശില്പം ലീലാലോലം നൃത്തം വെക്ക് ജ്വാലാമേഘം കാറ്റിൽ പടർന്നു വിരന വിരന സ്വരമണികൾ ഉതിരുന്നിന്റെ ചടുല നടനം തുടരൂ മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിലൊരു മയിലിനരസലാസ്യം മപ്പ മമ സനി പ മമ മഗനി പ ഗമ പ മ മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിലൊരു മയിലിനരസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം എന്തായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആ ഒന്നാമത് ആ ഗ്രൂപ്പും എല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ ഒരു ഗസ്സാണ്. ഞാൻ രാഹുലിൻ്റെ സോഷ്യൽ മീഡിയയിലെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസിൽ ഇത്രയും പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരാൾക്കാരിൽ ഒരാളാണ്. അത് സ്റ്റുഡൻസ് ആണോ? അതെ സ്റ്റുഡൻസ് ആണ്. നോ വണ്ടർ. രാഹുൽ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടല്ലേ? എവിടെയാ പഠിപ്പിക്കുന്നത് ഡാൻസ്? കൊല്ലം കുണ്ട്ര. കൊല്ലത്ത്. അപ്പൊ കൊല്ലത്ത് സ്റ്റുഡൻസിനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ഡാൻസ് ക്ലാസിന്റെ മയൂരം സ്കൂൾ ഓഫ് ഡാൻസിലാണ് കുട്ടികളെല്ലാം പഠിക്കുന്നത്. എത്ര പേരുണ്ട് അവിടെ കുട്ടികൾ? ഇപ്പം ഏകദേശം 200-ലധികം കുട്ടികളായി. 200-ലധികം? രാഹുൽ മാത്രമാണോ? അതെ ഞാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലും മികച്ച ഒരു മെയിൽ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചർ നിങ്ങൾക്ക് കിട്ടാനില്ല. ബിക്കോസ്
അല്ലേ എന്തോ ഒരു പ്രിസിഷൻ ആയിരുന്നു ഓരോ മൂവ്മെന്റിലും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ വിനീതേട്ടന് ഓർമ്മ വന്നു, നമ്മുടെ വിനീതേട്ടന് ഓർമ്മ വന്നു, ബോണിച്ചേട്ടന് ഓർമ്മ വന്നു. എനിക്കിങ്ങനത്തെ ഒരുപാട് പേരുടെ മുഖങ്ങളാണ് ഓരോ സ്റ്റെപ്പ് കണ്ടപ്പോഴും എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവിടെ ശില്പൻ രാഹുൽ നോക്ക് ഞാൻ പറയില്ല, ഞാൻ സിനിയെ നോക്കുള്ളൂ, ഇല്ല രാഹുൽ നോക്ക് എന്നും പറഞ്ഞ് സത്യം. പക്ഷെ സിനിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റും. സത്യം, യെസ്. നമ്മൾ ജനിക്കും മുമ്പേ ടിവിയിലും എനിക്ക് സിനി ഓഫ്കോഴ്സ് നമ്മുടെ അവാർഡ് ഷോസിലൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പം ആ പെയറിങ്ങില് സിനിക്ക് ഒന്ന് എന്താ പറയാ, ഞാൻ കുറച്ചും കൂടി മേലേക്ക് കളിക്കണം. ക്ലാസിക്കൽ അങ്ങനെ കളിച്ചിട്ടില്ല. ആൻഡ് ദിസ് വാസ് പെർഫെക്റ്റ്. അത് വണ്ടർഫുൾ ജോബ്. വാട്ട് എ ഗ്രേറ്റ് പെയർ. താങ്ക് യു ഗേൾസ്. ഭംഗിയായിട്ട് നല്ല എന്താ പറയാ, നമ്മുടെ പീകോക്സ് ഇന്ന് കളിക്കണ പോലെ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫസ്റ്റ് ഫ്രം ലക്ഷ്മി ചേച്ചി ആക്ച്വലി, ബിക്കോസ് ഐ എം ഷുവർ ഷീ ഹാസ് ഗോട്ട് സോ മച്ച് ടു സേ. ചേച്ചി. Radhul and Sini, very very well done. Very energizing. എല്ലാവരും അത് പറയും, എനർജി, പ്രിസിഷൻ. എനിക്കൊരു ചോദ്യമുണ്ട്. உங்களுக்கு നിങ്ങൾ ആരോടെ ഭരതനാട്യം உங்களுக்கு ഇഷ്ടം? പത്മ സുബ്രഹ്മണ്യം. ഓക്കെ. പിന്നെ പാർശ്വനാഥ് സാർ. വിചാരിച്ചു ഞാന്. No, what I liked was very perfect energetic dancing. And എനിക്ക് ആക്ച്വലി നാസിഫ് പറയുന്നത് പോലെ ഈ ഒരു ശലങ്കൈ ഫോർ എ ചേഞ്ച് കേൾക്കാൻ വളരെ സന്തോഷപ്പെട്ടു ഞാൻ. ബട്ട് ദ ഫീൽ വാസ് വെരി കണ്ടംപററി. ലാംഗ്വേജ് വാസ് വെരി ക്ലാസിക്കൽ, വെരി ഭരതനാട്യം. പക്ഷേ ആ എനർജി, ആ ട്രീറ്റ്മെൻറ്റ്, ഓഫ് കോഴ്സ് ഇത് സിനിമ പാട്ടായിരുന്നു, ആനാലും വളരെ വളരെ ഒരു കണ്ടംപററി ഫ്ലേവർ ഉണ്ടായിരുന്നു. Just that the power of beautiful dancing, that was enough. And the choreography, and actually adala Korean and kanditilla, because the dance was so perfect from the beginning to the end. Face, abhinayam, your nrityam, same level of energy undayirunnu. It was a blast. Enakku vere words illa. I really enjoyed this particular dance. അനു ശരിക്കും പെർഫോമൻസ് കഴിഞ്ഞോണ്ട് അനു തിരിഞ്ഞു നോക്കിട്ട് എന്തായിരുന്നത് ഇമാതിരി പെർഫെക്ഷനോ എന്ന്. ആക്ച്വലി ശില്പ, എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുന്നേ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. രാധുലിന്റെ വീഡിയോ ആയിരുന്നു അത്. എന്ത് ഭംഗിയായിട്ട്, എന്തൊരു പെർഫെക്ഷൻ അടവുകൾക്കൊക്കെ കയ്യും കാലൊക്കെ വെക്കണ എന്ത് ഭംഗിയായിട്ടാ, എങ്ങനെ ചെയ്യാൻ പറ്റണേ ആവോന്ന് അന്ന് ഞാൻ പിങ്കിനോട് പറഞ്ഞു. ഇപ്പൊ പിങ്കി വന്നിട്ട് എന്നോട് പറയാ, ഞാൻ അന്ന് അയച്ചു തന്നില്ല, ആളുടെ പെർഫോമൻസിന്റെ നോക്കിക്കോ അടിപൊളിയായിരിക്കും. അതേപോലെ പിങ്കി പറഞ്ഞതുപോലെ തന്നെ ഗംഭീരം. ഞാനും ഈ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഡാൻസ് പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ക്ലാസിക്കൽ പഠിച്ച ഒരാളാണ്. അല്ല, ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ്, പക്ഷെ അങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല. യൂത്ത് ഫെസ്റ്റിവൽ ആ ഒരു ടൈമില്. പക്ഷെ കുറെ പെർഫോമൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ആ ഫസ്റ്റ് എൻട്രി ഇല്ലേ, കൃഷ്ണനെ പിടിച്ചിട്ട് എൻട്രി ഇല്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു. ആ എൻട്രിയിൽ തന്നെ ഞാൻ അടിപൊളി ആ ഒരു ഫീല് വന്നു ഫസ്റ്റ് തന്നെ. നമ്മൾ പറയും, നമ്മൾ സ്റ്റാർട്ടിങ് ആ ഒരു ഇംപ്രഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്ലാസിക്കൽ ഡാൻസിൽ. നമ്മൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയും, നമ്മുടെ ഗുരുക്കന്മാര് പറയും, നമ്മൾ ഫസ്റ്റ് നൃത്തമില്ലേ, ഫസ്റ്റ് ആ നൃത്തത്തിൽ തന്നെ ഒരു മാർക്ക് ഉണ്ട്. അതാ പറഞ്ഞ ആ ഒരു എൻട്രിയിൽ തന്നെ 100 മാർക്കായി. ഭയങ്കര രസമായി. ഈ പറഞ്ഞ പോലെ പിള്ളേരും നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് ആയാലും അടിപൊളി. അവരുടെ ഇടയിലും നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് രണ്ടുപേരതും. നിങ്ങൾക്ക് ശില്പ പറഞ്ഞതുപോലെ നല്ല ഗുരുവിനെ കിട്ടിയിരിക്കണം, നല്ലോണം യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. രാഹുൽ, സിനി രണ്ടുപേരും ഈ സോങ്ങിന് ഒരു ഭയങ്കരമായിട്ടൊരു പവർ ഉണ്ട്. കാരണം രവീന്ദ്ര മാഷ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കോമ്പോസിഷനാണ്. നന്ദനത്തിലെ എനിക്ക് ആ ആൽബം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആൽബം. അപ്പോൾ അതിനകത്ത് ഈ സോങ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട് 1-2 തവണ. അരവിന്ദർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു മേലെയാണ് രാഹുൽ ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു, അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു സ്റ്റെപ്സുകൾക്ക്. ഒരുപക്ഷെ ഗുരുവും കൂടെ ആണല്ലോ, അപ്പോൾ ഈ പറയുന്ന പോലെ പഠിപ്പിച്ച് കിട്ടിയ ഒരു തഴക്കമൊക്കെ കാണാനുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. നല്ല രസമുള്ള എന്താ പറയുക, ഒരു
ഫീലായിരുന്നു. കാരണം നമ്മൾ ഇന്ന് ഒരുപാട് പെർഫോമൻസസ് കണ്ടു, അതിൽ പല രീതിയിൽ നമുക്ക് പല ഇമോഷൻസിലൂടെയാണ് അല്ലെങ്കിൽ പലതരം ഫീലിങ്സാണ് ഓരോ പെർഫോമൻസിലും നമുക്ക് കിട്ടിയത്. ഒരു മൂഡായിരുന്നു, ഭയങ്കര ഫീലിൽ നമ്മൾ വേറൊരു എന്താ പറയുക ഒരു തലത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോയ പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു. അയ്യോ, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എൻ്റെ ഫേവററ്റ് സോങ്സിൽ ഒന്നാണ് ഇത്. ബിക്കോസ് ഇറ്റ് വാസ് വെരി മീനിങ് ഫുൾ. പാട്ടിൻ്റെ വരികളും ഒക്കെ മനസ്സിലാക്കിയാണ് എല്ലാ അടവുകളും അഭിനയവും എക്സ്പ്രഷൻസും എല്ലാം അവർ കാഴ്ചവെച്ചതെന്ന് ഉള്ള അഭിപ്രായമാണ്. പിന്നെ എനിക്ക് രാഹുലിൻ്റെ സിനിയുടെയും രാഹുലിൻ്റെ പോസ്ചറൊക്കെ ഉണ്ടല്ലോ, ആ വടിവും എല്ലാം വാസ് സോ പെർഫെക്റ്റ്. ലൈക്ക് ഇറ്റ് ആഡ്സ് വാല്യൂ ആൻഡ് ബ്യൂട്ടി ടു ക്ലാസിക്കൽ ഡാൻസ്. Having the right posture, I believe, alle Lakshmi ma'am and Anu and Vinidata and Master, I believe all of these factors when it comes together, because classical dance ഒരുപാട് വർഷത്തെ ഡെഡിക്കേഷനും എഫേർട്ടും ഇട്ടാൽ മാത്രം കൈവരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് പെട്ടെന്ന് എടിപിടിന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ബ്രെത്ത് കൺട്രോൾ അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതും വളരെ കമൻറ്റബിൾ ആണ്. പിന്നെ എന്ത് രസമാണ് കാണാൻ ഈ കോസ്റ്റ്യൂമൊക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് ദ പവർ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്. അവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, ഇറ്റ് വാസ് ലൈക്ക് വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. സോ ബ്യൂട്ടിഫുൾ. സിനി, രാതുൽ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ലക്ഷ്മി മാം രണ്ടുപേരും പറഞ്ഞു. എന്നാലും എനിക്ക് ഒന്നും കൂടെ അതങ്ങ് പറയണം. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ വെസ്റ്റേണും ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നല്ല കുത്തുപാട്ടൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് അങ്ങ് തീർത്തതിന് ശേഷം നല്ല ഇങ്ങനെ എന്താ കൃഷ്ണൻ്റെ പീക്കോക്കും എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. നമ്മുടെ പിള്ളേരിങ്ങനെ ഷൂന്ന് മറ്റിങ്ങനെ പീക്കോക്കായിട്ട് പറന്ന് നടക്കുന്നു. അവരുടെ കോസ്റ്റ്യൂം തന്നെ നമുക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് കൃഷ്ണ അതാ. ഓ വാവ്, സൂപ്പറായിട്ടുണ്ടായിരുന്നു. എത്ര വർഷമായി ഇങ്ങനെ ക്ലാസിക്കൽ? ഞാൻ നൃത്തരംഗത്ത് ഇപ്പോൾ 17 വർഷമായി. പിന്നെ ഇപ്പം എൻ്റെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് 7 വർഷമായി. മയൂരം സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേര്. അതല്ലേ രാതുൽ, നമ്മൾ ഡാൻസ് ബോയ്സ് ചില ആൾക്കാർ ഡാൻസ് കളിക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ലൈറ്റ് വേർഷൻ ഉള്ള ആൾക്കാരുണ്ട്. അതും ഭയങ്കര നല്ലതാണ്, വളരെ നല്ലൊരു ഇതാണ്. ലൈറ്റർ വേർഷനും ഉണ്ട്, കുറച്ച് നല്ല പവർഫുൾ ആയിട്ട് കളിക്കുന്നതും ഉണ്ട്. നീ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തത് അത് ഞാൻ കണ്ടിട്ടില്ല. അരവിന്ദ്, നമ്മളൊരു ആ നന്ദനം കണ്ടപ്പോൾ അരവിന്ദ് ഒക്കെ നവ്യൊക്കെ ചെയ്തു വെച്ചൊരു ഇതില്ലേ, ഇനി നിങ്ങളിലായിരിക്കും അതറിയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഇനിയും നല്ല ഗംഭീര ക്ലാസിക്കൽ പെർഫോമൻസ് കാണാൻ കൊതിയായിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരിക്കും ഇതൊരു ഡാൻസ് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പല സ്റ്റൈൽസും ഇനി കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു രാതുൽ ചിലപ്പോൾ അത് ആലോചിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് ടെൻഷൻ, അല്ലേ? ക്ലാസിക്കൽ മാത്രം എന്ന് പറഞ്ഞ് നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതേപോലെ വേറെ സ്റ്റൈൽസ് ചെയ്യുന്നവർ ക്ലാസിക്കലും ചെയ്യേണ്ട സമയങ്ങൾ വരും. ബിക്കോസ് അത്രയും കിഡിലൻ പെർഫോമേഴ്സാണ് നമുക്ക്. സോ ഐ എം ഷുവർ ഈ ഒരു പാഷനിൽ രാതുലിന് അതും പറ്റും, സിനിക്ക് അതിൻ്റെ അപ്പുറവും പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് നല്ലൊരു മെൻറ്ററും ഇല്ലേ ധമാക്കയില്. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ രാതുൽ ആൻഡ് സിനി. പ്ലീസ് ഗിവ് അപ്പ് ഫോർ ദം. ക്ലാസിക്കലിനെ കുറിച്ച് ആധികാരികമായിട്ട് ചിലപ്പോൾ നോബിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. എന്താണ്? സൂപ്പർ, അടിപൊളി. മുദ്രകളെ കുറിച്ച് മുദ്ര സൂപ്പർ മുദ്ര. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരത്? ഞാൻ തന്നെ. എനിക്ക് രാതുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താ പറയുമോ, രാതുല് ഡാൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. വിഷ്വൽ എലമെന്റ്സിനോ ലൈറ്റിങ്ങിനോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രസന്റേഷനോ ഒന്നിനല്ല, ഡാൻസിന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ആക്ട് പ്രസന്റ് ചെയ്യാം, അതൊരു ഭയങ്കര തിങ്കിങ് ആണ്. അത് പലർക്കും സാധിക്കാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും വേറെ കാര്യങ്ങൾ വെച്ച് നമുക്ക് എഡിറ്റിംഗ് കണ്ടുപിടിച്ച പോലെ തന്നെ മിസ്റ്റേക്സ് കവറപ്പ് ചെയ്യാനാണ് എഡിറ്റിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൊറിയോഗ്രാഫീനെ നമുക്ക് മൂവ്മെന്റ് വെച്ച് മാത്രം നമുക്കൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുക. അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് രാതുൽ. Hats off for that. Thank you guys, thank you so much.
അടുത്തത് എവിടെ നിന്നാണ്? പട്ടാക്ക പൊട്ടണോ ധമാക്ക പൊട്ടണോ? ഇത്തവണ എന്റെ ടീമിൽ നിന്നാണ്, പട്ടാക്ക ടീമിൽ നിന്നാണ്. ഇപ്പൊ വരാൻ പോണ പെയറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അല്ല, ഇത് പുറത്തുനിന്നല്ല, ഇവര് കേരളത്തിലുള്ളവരാ. പക്ഷെ ഈ രണ്ടുപേരും ഒരു സിനിമയില് നായകനും നായികയായിട്ട് അഭിനയിച്ച ആൾക്കാരാണ്. നമ്മുടെ പ്രഭുദേവ് സാറിന്റെ ഒരു പടമുണ്ട്, പെട്ടറാപ്പ് എന്ന് പറഞ്ഞ പടം. അതിൽ പ്രഭുദേവ് സാറിന്റെ ചെറുപ്പക്കാലായിട്ടാണ് അവൻ അഭിനയിച്ചേക്കണത്. അതിന്റെ കപ്പിളായിട്ടാണ് അവൾ അഭിനയിച്ചേക്കണത്. പിന്നെ അത് ഞാൻ പറയണോ? വേണ്ടല്ല, അതൊരു സർപ്രൈസ് ആണ്. അവന്റെ പേര് പറയാം. അവന്റെ പേരാണ് കെയിൻ. ലെറ്റ്സ് വെൽക്കം കെയിൻ ആൻഡ് സർപ്രൈസ് പാർട്ട്ണർ. Wanna step into the party and jive. Watch them make it, break it down. The music will just ooze. What you wanna do, baby? It's on you, baby. Trying to walk around, man. Who the hell are you? നെഞ്ചിനുള്ളിൽ ചിറകരങ്ങി കൺമിഴിച്ചു നോക്കുമ്പോഴും കനമൊരുങ്ങി സ്വർഗം തോൽക്കും ലോകം കണ്ട് മിഴി തിളങ്ങി എണ്ണിയാലും തീരാപ്പൂക്കൾ കയ്യിലൊതുങ്ങി ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടക്കുള്ളി ചിപ്പിവളക്കുലക്കിരയിൽ ഞാൻ കണ്ടൊരു പുഷ്പമിഴിയുടെ തേരോട്ടം 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 തേരോട്ടം. അവളെന്റെ മൂളിപ്പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി. അവളെന്റെ മൂളിപ്പാട്ടേറ്റ് പാടി അത് കേട്ടു ഞാനും മറന്നു പാടി. പ്രണയത്തിൽ മുന്തിരി തോപ്പൊരു നാൾ കൊണ്ട് കരമൊഴിവായി പതിച്ചു കിട്ടി. ഓഹോ സർപ്രൈസ് പാർട്ട്ണർ വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ശിവാനിക്കുട്ടി. ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ജനിച്ചതിന്റെ അന്നുകൊണ്ടാക്കിട്ട് പോയത്. സത്യം സത്യം, ജനിച്ച് വീണത് ഇവിടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എന്തായാലും കുറച്ച് അത് കോളേജിലൊക്കെ ആയി, ഡിഗ്രി ഒക്കെ അല്ലേ? ആരോടും പറയണ്ട, അങ്ങനെ ഇരിക്കട്ടെ. So good to see you. അടിപൊളി പെർഫോമൻസ്. നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ മെന്റർ പറഞ്ഞ ഇൻട്രോ കേട്ടപ്പോ ഞാൻ എന്തൊക്കെയൊക്കെയോ പ്രതീക്ഷിച്ചു. അമ്മാതിരി ഹൈപ്പായിരുന്നു. വലിയ ഹൈപ്പ്, അതനുസരിച്ച് വരികയും ചെയ്തു. പക്ഷെ ഒരു ചെറിയ, ഞാൻ യൂഷ്വലി ശിവാനിനെ കാണുന്ന പോലെ ഇന്ന ആൾക്കൊരു ഉഷാറ് കുറവ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് കവിള് തൊട്ടപ്പോഴത്തേക്ക് നല്ല പൊള്ളുന്ന ചൂട്. ചേച്ചി
ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടിട്ടാണ് ആക്ച്വലി വന്നേക്കണത്. എന്നിട്ടാണ് പെർഫോമൻസ് ചെയ്തത്. ട്രിപ്പിന് പോയിന്നോ? ട്രിപ്പിന് പോയതല്ല, ട്രിപ്പ് ഇട്ടിട്ടാണ് വന്നേക്കണത്. എടാ എങ്ങനെ 101 ഡിഗ്രി പനിയായിരുന്നു അത്ര. നല്ല ചൂടുണ്ട്. മനസ്സിലായിട്ടേ ഇല്ല. അത് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചെയ്ത പെർഫോമൻസിൽ ആർക്കെങ്കിലും തോന്നിയോ പനി പോയി ഒരു തുമ്മലോ ഒരു എന്തെങ്കിലും? ഇല്ല ഇല്ല. അതാണ് നമ്മുടെ ശിവാനിക്കുട്ടി. സോ ഗുഡ് ബേബി. നമുക്ക് നോക്കാം. വിനീതേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന പോലുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയിരുന്നു. അത് സത്യമായിരിക്കും അല്ലേ? കാരണം അത്രയും നിങ്ങൾ കോർഡിനേഷൻ, നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും, നല്ല എനർജി ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് നമുക്കത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പനി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി റെസ്റ്റ് എടുക്കണം മോളെ. കാരണം നമുക്കറിയാം ഇത്രയും നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഉള്ളിൽ നിന്ന് വരുന്നൊരു പവർ. ആ പവർ അത് ചിലപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ അതിന് ഇമ്പാക്റ്റ് അറിയുക. അത് നമ്മളൊക്കെ ഒരുപാട് അല്ലേ നോബി, നമ്മൾ സ്റ്റേജ് നമുക്ക് തരുന്നൊരു പവറാണ് അത്. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് എത്രയും പെട്ടെന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും, ഗംഭീരായി. സമ്മതിച്ചിരിക്കുന്നു ശിവാനി. അത് ദിസ് ഷോസ് യുവർ ഡെഡിക്കേഷൻ. അപ്പം അത് വളരെ കമൻഡബിൾ ആണ്. And also I felt like Kane and Shivani's that whole combo was so much fun. And it was a very energy packed performance. It was very adorable. And Shivani ഭയങ്കര ഒരു എക്സ്പ്രഷൻ ക്വീൻ ആണെന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു എക്സ്പ്രഷൻസ് കാണാനായിട്ട്. ഒന്നാമത് യു ആർ വെരി ക്യൂട്ട് ലുക്കിംഗ് ആൻഡ് യു ആർ വെരി ഹാൻസം. So I found it really nice to watch you guys dance. All the best. Kane and Shivani, ഒറ്റ വാക്കിൽ പറഞ്ഞ സ്റ്റൈലിഷ് പെർഫോമൻസ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുട്ടിപ്പൊട്ടാസ് പൊട്ടിത്തെറിക്കുമായിരുന്നു ചെറിയ ആള്. അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് കെയ്ൻ നല്ല ഭംഗിയാണ് അവൻ്റെ സ്റ്റൈലും, അവൻ്റെ ഒരു ഷാറൂഖ് ഇതൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആണ് അവൻ കേട്ടോ. ഓരോരോ ഫസ്റ്റ് നിങ്ങളുടെ എൻട്രി തന്നെ ആ നമ്മൾ ഇതിൽ നിന്ന് പോകുന്നില്ലേ മുകളിലേക്ക്, അതിൽ തന്നെ നിങ്ങളുടെ ആ സ്റ്റൈൽ ഫസ്റ്റ് സ്റ്റൈലിൽ വന്ന് നിന്ന് തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ആ മിക്സിങ്, സോങ്ങിൻ്റെ മിക്സിങ്ങിൽ ഒന്നും ടിക് 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 റട്ട അതുവരെ നിങ്ങൾ ഓരോരോ ബീറ്റുകളും പിടിച്ചാ ചെയ്തിരുന്നത്. ആരെ കൊറിയോഗ്രാഫി മോനും ആൻഡ് ആരെയും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നോ? എന്റെ കോർ മൂവ്മെന്റ് സ്റ്റുഡിയോയിലെ ഫൗണ്ടറായ ചേട്ടൻ. അതുകൊണ്ട് അതുൽ. ഓക്കെ, ഡൺ ഡൺ ഡൺ. അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു മ്യൂസിക്കാലിറ്റി നിങ്ങൾ പിടിച്ച് ചെയ്തത് ഭയങ്കര ഭംഗിയായിരുന്നു. സൂപ്പർ മോനെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, രണ്ടുപേരും. ലക്ഷ്മി ചേച്ചി, ഉങ്ങൾക്കറിയാം എന്താ പറയണം ഈ ഒരു എനർജി. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തത് ഒരു 2 സ്ഥലത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ബുദ്ധിമുട്ടായ കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു. അത് വളരെ നിസ്സാരമായിട്ട് ചെയ്തു. Some certain footwork, very interesting movements. എന്നിനവിൻ മുകിൽ ചില്ലയിൽ മഴവില്ലിൻ നിഴൽ പൂവു നീ താരാട്ടും തളിർത്തെന്നലായി അലിവോടെ തലോടുന്നു നീ ചെറുനാണം പിടഞ്ഞിടവേ. ആൻഡ് ഈ കുട്ടി ഇങ്ങനെ നടുവിൽ പോയിട്ട് തിരിഞ്ഞിട്ട് അത് എത്ര ഈസി ആയിട്ട് ചെയ്തു. Just too much and confident, very well rehearsed, and അതുകൊണ്ട് ഫേസിലെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഷുവറായിട്ട് 2 പേരും ഗ്രേറ്റ് ജോബ്. താങ്ക് യു സോ മച്ച്. ശിവാനി ആൻഡ് കെയ്ൻ, എന്താ ഇനി പറയണ്ടേ? ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഞാനിത് കഴിയുമ്പം ചോദിക്കണം എന്ന് വിചാരിച്ചതാ, എവിടുന്നാ ഈ എനർജി കിട്ടുന്ന, എന്തെങ്കിലും മാജിക് ഇതിന്റെ പിറകിലുണ്ടോന്ന്. അതായത് അത്രയും വയ്യായിക ഉണ്ടായിട്ടും ഞാനൊക്കെ പനി വന്ന അള്ളാ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയുള്ളൂ, എന്നെ കൊണ്ട് എഴുന്നേക്കാൻ പോലും ആവില്ല. അപ്പൊ ഇത്രയും ചെറിയ കുട്ടി അത്രയും. ആക്ച്വലി അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കോഴ്സ് ഞങ്ങൾ ഭയങ്കര പ്രാക്ടീസിന് ആക്ച്വലി ടൈം കിട്ടിയില്ല.
പിന്നെ ഞാനും ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ടൈമാണ് ഒരു റിയാലിറ്റി ഷോ വരാം, അതും കോറിയോഗ്രാഫ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കിതിൽ ഭയങ്കര ന്യൂ ആയിരുന്നു. അപ്പോൾ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഇങ്ങനത്തെ ഒരു ഷോ അല്ലെങ്കിൽ സ്റ്റേജിൽ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പുതിയതായിരുന്നു. അപ്പോൾ അതിന് നല്ല രീതിയിൽ ശിവാനി സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ആ ബോക്സിൻ്റെ അകത്ത് തന്നെ ഇരുന്നപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു, ലൈക്ക് ഡാൻസ് ചെയ്യാനും വീഡിയോ. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അവിടെ അകത്ത് നിന്നിട്ട് പറഞ്ഞത് വി ഗോട്ട് ദിസ് എന്ന് പറഞ്ഞത് ശിവാനിയായിരുന്നു. ആൻഡ് ആൾ ഇത്ര സിക്കായിട്ട് ഇന്നും ഹോസ്പിറ്റലിൽ പോയി ഈ മെഡിസിനൊക്കെ കഴിച്ചിട്ടും ആള് നല്ല രീതിയിൽ ഒരു പോയിന്റ് ഡെഡിക്കേഷൻ പോലും കുറയാണ്ട് ത്രൂ ഔട്ട് നിന്നു. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു ശിവാനി. മോഹം തോന്നുന്ന പെണ്ണെ പിന്നിൽ ചുളമിട്ടു ഞാനും കൂട്ടായി കൂടെയുണ്ട് കണ്ണേ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഡെഡിക്കേഷൻ ഒരുമിച്ച് വന്നോണ്ടാണ് ഈ പെർഫോമൻസ് ഇത്രയും ഭംഗിയായത്. അത് ഇനിയും അങ്ങനെ മുന്നോട്ട് പോട്ടെ. ശിവാനിയുടെ റീൽസ് നമ്മൾ ഒത്തിരി കാണാറുണ്ട്. ഉപ്പുമുളകിൽ അഫ്കോഴ്സ് നമ്മൾ കാണാറുണ്ട്. അതിനുശേഷം ശിവാനി ഒരു നല്ല ഡാൻസർ ആണെന്നുള്ളത് ത്രൂ സോഷ്യൽ മീഡിയ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ലല്ലോ ഇത്. കെയിൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷണൽ ഡാൻസറിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതൊരു 101 ഡിഗ്രി പനിയും വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആക്ച്വലി ഇപ്പം ഈ പനി വന്നപ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പമില്ല, തെറ്റിയാലും പ്രശ്നമില്ല, നീ നിന്റെ മാക്സിമം എടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ഐ മീൻ ഞാൻ കുറച്ചും കൂടെ ഹിപ്പോപ്പ് അല്ല എൻ്റെ സ്റ്റൈല്, ഞാൻ കുറച്ചും കൂടെ ക്ലാസിക്കൽ അങ്ങനെ ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം ഓരോ സ്റ്റെപ്പും പറഞ്ഞ് പഠിപ്പിച്ച് കുറച്ച് ടൈമേ റിഹേഴ്സ് ചെയ്യാൻ കിട്ടിയുള്ളൂ. പക്ഷേ സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ ഓൾ ദാറ്റ് ആ ഒരു സ്റ്റൈലിൽ ഇത്തിരിയെങ്കിലും ഒന്ന് ആപ്റ്റാക്കി കൊണ്ടുവന്നത് ടോട്ടലി ഹിസ് എൻ്റെ ഗുരു. അപ്പൊ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിന് ഒരുപാട് സ്കോപ്പ് ഞാനിവിടെ കാണുന്നുണ്ട്. ഏത് സ്റ്റൈൽ കൊണ്ടുവരാനും ഇതുപോലെ നമ്മൾ എല്ലാവരും വിസ്മയിപ്പിക്കാനും. വെൽക്കം ടു ഡാൻസ് ധമാക ശിവാനി ആൻഡ് കെയിൻ.